മോദിക്ക് പകരം ബി ജെ പിയിൽ ഇപ്പോൾ ആരുമില്ല എന്ന് നമുക്കറിയാം. എന്തിന്? ബി ജെ പി തന്നെ മോദിയുടെ മുന്നിൽ ഒന്നുമല്ല. മോദി എന്ന് പറഞ്ഞാൽ മോദി മാത്രമാണ്. ബി ജെ പി പോലും അദ്ദേഹത്തിന് ഉപകരണമാണ്. പാവം ബി ജെ പി മോദിയുടെ പിന്നിലെ ഒരു നിഴൽ മാത്രമായി മാറിയിരിക്കുന്നു. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ മുൻനിർത്തി മോദി കളി നടത്താൻ മോദി ശ്രമിച്ചു. പക്ഷേ കോൺഗ്രസ് തിരിച്ചടിക്കുന്നു. അനന്തരം കാണുക കൂവൽ. മോദിയുടെ ചടങ്ങുകളിലേക്ക് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഇനിയില്ല എന്ന് മലയാള മനോരമയുടെ വർത്തമാനം പേജ് ആ വാർത്ത നമുക്ക് തരുന്നു. പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ നിന്ന് നാഗ്പൂരിൽ മുഖ്യമന്ത്രി വിട്ടുനിന്നത് രാഷ്ട്രീയ വിവാദം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പങ്കെടുക്കില്ല. മോദിയോടൊപ്പം വേദികളിലെത്തുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ കൂവി അപമാനിക്കാൻ ആസൂത്രിതവും സംഘടിതവുമായ ശ്രമം നടക്കുകയാണ് എന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഇത് തടയാൻ മോദി ശ്രമിക്കുന്നുമില്ല. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ മെട്രോ റെയിൽ പദ്ധതിക്ക് ഇന്നലെ പ്രധാനമന്ത്രി തറക്കല്ലിടുന്ന ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവാൻ തീരുമാനിച്ചത് ഇതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. എങ്കിൽ മോദിയും ഒരു ആളികൂളി സംഘവും ചേർന്നാണ് ഇന്ത്യ ഭരിക്കുന്നത്. മോഡി വർത്തമാനം പറയുമ്പോൾ കൈയടിക്കും, കോൺഗ്രസ് മുഖ്യമന്ത്രി സംസാരിക്കാൻ എണീക്കുമ്പോൾ കൂകി വിളിക്കും. ആളികൂളി സംഘത്തിൻ്റെ ഉത്തരവാദിത്വം അതുമാത്രം. രുക്സാന നായർ, സരിത നായറിന് ശേഷം വന്നിരിക്കുന്ന രണ്ടാമത്തെ ആളാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലൈംഗിക പ്രവൃത്തിയിലുള്ള താരമാണ് രുക്സാന നായർ. ഇന്നലെ അവരുടെ മൊഴി, അത് വളരെ മുമ്പ് കൊടുത്ത പോലീസിൻ്റെ മൊഴി, അതിൻ്റെ ശബ്ദരേഖ തന്നെ പുറത്ത് കൊണ്ടുവന്നു മംഗളം എന്ന പത്രം. കൊണ്ടുവന്നപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്, കേൾക്കാൻ കഴിഞ്ഞത്? ദേശാഭിമാനി പൊതുവാർത്താ പേജിൽ സചിത്രമായി ആ വാർത്ത തരുന്നു. വെളിപ്പെടുത്തലിൻ്റെ ശബ്ദരേഖ പുറത്ത്. റുക്സാനയുടെ പട്ടികയിൽ മുൻ കേന്ദ്രമന്ത്രിമാരും UDF മുൻ മന്ത്രിയും, കോൺഗ്രസിൻ്റെ 2 മുൻ കേന്ദ്രമന്ത്രിമാരും മറ്റൊരു UDF മുൻ സംസ്ഥാന മന്ത്രിയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി ബ്ലാക്ക് മെയിൽ കേസ് പ്രതി റുക്സാനയുടെ വെളിപ്പെടുത്തലിൻ്റെ ശബ്ദരേഖ പുറത്ത്. മുൻ സംസ്ഥാന മന്ത്രിയുടെ മകനും UDFൻ്റെ MP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോൽക്കുകയും ചെയ്ത കോൺഗ്രസ് നേതാവ്, ഒരു ചലച്ചിത്ര നടൻ, ഈയിടെ IPS ലഭിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവരുടെ പേരും ഇതിലുണ്ട്. മംഗളം ദിനപത്രത്തിൻ്റെ ഓൺലൈൻ പതിപ്പാണ് തങ്ങൾക്ക് ലഭിച്ച ശബ്ദരേഖ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പുറത്തുവിട്ട ഉടനെ ഒരു നിമിഷം ചില ദൃശ്യമാധ്യമങ്ങളെങ്കിലും ഏറ്റെടുക്കുകയും പെട്ടെന്ന് അവയെല്ലാം അപ്രത്യക്ഷമാവുകയും ചെയ്തു. പൊടുന്നനെ ദുരൂഹമായി ആണ് മലയാളികൾ അത് കണ്ടത്. ഏതായാലും മംഗളം പത്രത്തിൽ പോലും ദേശാഭിമാനിയിൽ വന്നിരിക്കുന്ന ഈ വാർത്ത ഇന്ന് കണ്ടില്ല എന്നതാണ് പ്രത്യേകമായി പരാമർശിക്കാവുന്ന ഒരു കാര്യം. ഇനി ഈ മുൻ കേന്ദ്രമന്ത്രിമാരാരൊക്കെയാണ്? KV തോമസും P ചിദംബരവുമാണ് അവർ എന്നാണ് മംഗളമടക്കമുള്ള ആ ഓൺലൈൻ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഏതായാലും പത്രലോകം അത് ഏകദേശം പൂർണ്ണമായും തന്നെ തമസ്കരിച്ചിരിക്കുന്നു. സരിത നായരുടെ പഴയ കളി വിലപ്പോകുന്നില്ല എന്നാണ്. പാണ്ഡ്യൻ നായരുടെ പല്ലിൻ്റെ ശൗര്യം കുറയുന്നുവോ എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്ന് മാധ്യമത്തിൻ്റെ പൊതുവൃത്താന്തം പേജ് കാണുക. മദനിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് കർണാടകം. കേരള മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരനാണ്. കർണാടകം ഭരിക്കുന്നതും കോൺഗ്രസ്സാണ്. കേരള മുഖ്യമന്ത്രി മദനിയെ സന്ദർശിക്കുമ്പോൾ ഒരു വിചാരണയുടെ ഘട്ടത്തിൽ മദനിയുടെ ജാമ്യം തന്നെ റദ്ദാക്കണം. കാരണം കേരള മുഖ്യമന്ത്രി വരെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ സന്ദർശിച്ചു. അതൊക്കെ തെറ്റായ കാര്യമാണ് എന്നാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൻ്റെ പ്രോസിക്യൂഷൻ പറയുന്നത്. കാണുക. അബ്ദുൽ നാസർ മദനിയുടെ ഇടക്കാല ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക സർക്കാർ സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചു. ചികിത്സയുടെ പേരിൽ മദനി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും ദിവസവും 10 VIPകളെങ്കിലും മദനിയെ ആശുപത്രിയിൽ സന്ദർശിക്കുന്നുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നു. മദനിയെ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ സന്ദർശിച്ചതും ജാമ്യം തടയാൻ കർണാടക സർക്കാർ ആയുധമാക്കുകയാണ്. വേണമെങ്കിൽ അവരെയൊക്കെ കൂടി മദനിയുടെ കാര്യത്തിൽ എന്ന മാതിരി വെറുതെ പ്രതിയേർത്ത് ആ കേസിന് കൂടുതൽ സെൻസേഷൻ ഒരുപക്ഷെ ആ സർക്കാർ നൽകിക്കൂടായികയില്ല, പ്രത്യേകിച്ച് BJP കേന്ദ്രം ഭരിക്കുന്ന സാഹചര്യത്തിൽ. ഓണത്തിന് മുമ്പ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കും. 700 കോടി രൂപയോളമാണ് അതിന് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. സിറാജ് എന്ന പത്രത്തിൻ്റെ പൊതുവാർത്താ പേജ് കാണുക. ഓണത്തിന് മുമ്പ് കുടിശ്ശിക നൽകും. ക്ഷേമ പെൻഷനുകൾ നൽകാൻ 700 കോടി രൂപ. കഴിഞ്ഞ വർഷം ബോണസ് ലഭിച്ചവർക്ക് ഇത്തവണയും ബോണസ് ലഭിക്കും. സർക്കാർ നൽകി വരുന്ന എല്ലാ സാമൂഹ്യക്ഷേമ പെൻഷനുകളും കുടിശ്ശിക സഹിതം വിതരണം ചെയ്യാൻ മന്ത്രിസഭാ യോഗം 700 കോടി രൂപ അനുവദിച്ച കാര്യമാണ് സിറാജ് എന്ന പത്രം അതിൻ്റെ അവസാന പുറത്ത് ഇന്ന് വാർത്തയായി നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. പാകിസ്ഥാൻ എന്ന നമ്മുടെ അതിർത്തി രാജ്യത്ത്
മര്യാദയ്ക്ക് ഭരിക്കാൻ ആരെയും അനുവദിക്കുകയില്ല എന്ന് തീവ്രവാദികളും പ്രതിപക്ഷവുമൊക്കെ തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അവിടെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം തെരുവിൽ അലയടിക്കുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ തെരുവിലിറങ്ങി നിൽക്കുകയാണ് ബഹുജനങ്ങൾ. അതേ സംബന്ധിച്ചൊരു ലേഖനം ഇന്ന് ദേശാന്തരീയം കോളത്തിൽ VA കബീർ എഴുതിയിരിക്കുന്നു. പാകിസ്ഥാനിൽ നവാസ് വിരുദ്ധ പ്രക്ഷോഭം, അതിൻ്റെ അന്തർഗതങ്ങൾ കാണുക. ആഗസ്റ്റ് 14 പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യദിനം 2 ലോങ് മാർച്ചുകൾക്ക് സാക്ഷ്യം വഹിച്ചാണ് കടന്നുപോയത്. മുൻ ക്രിക്കറ്റ് താരം ഇമ്രാൻഖാൻ്റെ നേതൃത്വത്തിലുള്ള ഇൻസാഫ് പാർട്ടിയുടെ മാർച്ചും സൂഫി രാഷ്ട്രീയക്കാരനായ ഡോക്ടർ തഹറുൽ ഖാദിരിയുടെ തെഹ്രിക അവാമിയുടെ മാർച്ചും കനേഡിയൻ പൗരത്വം കൂടിയുള്ള അല്ലാമ ഖാദിരിയുടെ റാലിയിൽ സ്ത്രീകളടക്കം ധാരാളം ആളുകൾ പങ്കെടുത്തിരുന്നു. ദേശീയ പ്രവിശ്യ അസംബ്ലികൾ പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുക, തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ സർവകക്ഷി കാവൽ സർക്കാർ രൂപവൽക്കരിക്കുക എന്നിവയായിരുന്നു തഹറുൽ ഖാദിരിയുടെ മുഖ്യ ആവശ്യങ്ങൾ. ഇസ്ലാമാബാദ് ധർണയിൽ സഹകരിക്കാൻ ഇമ്രാൻഖാനെയും അദ്ദേഹം ക്ഷണിച്ചിരുന്നു. എന്നാൽ വേറിട്ട് മാർച്ച് നടത്തി അതിൻ്റെ രാഷ്ട്രീയ നേട്ടം സ്വന്തമാക്കാനാണ് ഇമ്രാൻഖാൻ തീരുമാനിച്ചത്. ഷെരീഫിനെ കാലാവധി വരെ തുടരാൻ അനുവദിക്കാതെ താഴെ ഇറക്കാനുള്ള ഇപ്പോഴത്തെ പ്രക്ഷോഭം ഒരിക്കൽ കൂടി പട്ടാളത്തിന് ഇടപെടാനുള്ള അവസരം സൃഷ്ടിക്കലാണ് എന്ന് ആശങ്കിക്കുന്നവരുണ്ട്. എന്നാൽ പാക് താലിബാനെതിരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പട്ടാളം ഇപ്പോൾ അത്തരമൊരു നീക്കത്തിന് മുതിരുകയില്ല എന്ന് വേണം കരുതാൻ. എന്ന് പറയുമ്പോൾ പട്ടാള ഭരണത്തിലേക്ക് തൽക്കാലം ആ രാജ്യം പോകാൻ ഇടയില്ല എന്ന് ആശ്വസിക്കുന്നു VA കബീർ ഈ ലേഖനത്തിലൂടെ. ഇന്ന് മാതൃഭൂമിയുടെ കാഴ്ചപ്പാട് പുറത്ത് അതിമനോഹരമായ ലേഖനം. സഹോദരൻ അയ്യപ്പനെ സംബന്ധിച്ച അനുസ്മരണം. ചരിത്രത്തിലെ പ്രകാശഗോപുരം. ഇന്ന് സഹോദരൻ അയ്യപ്പൻ്റെ 125ാമത് ജന്മദിനമാണ്. മാനവികതയുടെ വക്താവ് സഹോദരൻ അയ്യപ്പൻ്റെ 125ാം ജന്മദിനം അനുസ്മരിക്കുന്നത് ഡോക്ടർ KS രാധാകൃഷ്ണനാണ്. PSC പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ കൂടിയായ അദ്ദേഹം എഴുതുന്നത് കാണുക. മലയാളി മനുഷ്യനായി മാറിയത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മഹാമൂല്യങ്ങൾ സ്വജീവിതത്തിൽ കണ്ടെത്തുന്നതിന് വേണ്ടി മലയാളി നടത്തിയ പരിശ്രമമാണ് നമ്മുടെ നവോത്ഥാന കാലം പറയുന്നത്. ജാതി മത വിഭാഗീയതകൾക്ക് അതീതമായി മനുഷ്യർ ഒരുമിച്ച കാലവും അതുതന്നെയാണ്. മലയാളിയെ മനുഷ്യനാക്കാൻ പരിശ്രമിച്ചവരിൽ പ്രമുഖനാണ് സഹോദരൻ അയ്യപ്പൻ. ജീവിച്ചിരുന്ന സമയത്ത് സഹോദരൻ അയ്യപ്പനെ പുലയൻ അയ്യപ്പൻ എന്നാണ് പ്രാമാണികരായ ഈഴവർ വിളിച്ചിരുന്നത്, കളിയാക്കി വിളിച്ചിരുന്നത്. നമുക്കിനിയും വേണ്ടും വണ്ണം നല്ലപോലെ പുലയരാകാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും എന്ന് ഡോക്ടർ KS രാധാകൃഷ്ണൻ ഈ ലേഖനത്തിൽ സമർത്ഥിക്കുന്നു. ഇനി ഇന്നത്തെ കാർട്ടൂൺ. BJPയുടെ പരമോന്നത സമിതിയിൽ ഇനി പാവം അദ്വാനിയും പാവം മുരളി മനോഹർ ജോഷിയും ഉണ്ടാകില്ല. മോദി അവരെ മാറ്റുകയാണ്. കാരണം പ്രായാധിക്യം തന്നെ. അങ്ങനെ BJP എന്നാൽ മോദി എന്ന കാലം വരുന്നു. ഇത് BJPയുടെ കാര്യത്തിൽ മാത്രമല്ല. ഈ കാർട്ടൂൺ കാണുക. ഇത് റെഡ് ഫോർട്ടിലെ തൊപ്പി വെച്ച മോദിയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെത്തിയതാണ് വിദ്വാൻ. പണി കാണുക. പ്രോട്ടോക്കോൾ മര്യാദ കാട്ടി വേദിയിലിരിക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തലപ്പാവ് തുമ്പുകൊണ്ട് മറച്ച് അസ്തപ്രജ്ഞനാക്കുന്ന മോഡി തന്ത്രം സുരേന്ദർ കാർട്ടൂണാക്കി ഹിന്ദു ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മദ്യമായിരുന്നു മലയാളിയുടെ മുഖ്യ വാർത്താ വിഭവം. അതൊക്കെ ഒരു വഴിക്കായി. ശേഷം ഈ ചിത്രം കാണുക. ഇത് തകർന്നു കിടക്കുന്ന മദ്യക്കുപ്പികൾക്ക് മേലുള്ള ഒരു ശരശയ്യ ശയനമാണ്. ഇന്നലെ തിരുവനന്തപുരം പാളയത്ത് ഒരു ഇന്ദ്രജാലക്കാരൻ നടത്തിയ മദ്യവിരുദ്ധ പ്രക്ഷോഭ സത്യാഗ്രഹ ദൃശ്യം സിറ്റി എക്സ്പ്രസ് പകർത്തി ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കണം. നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.